മല കയറുന്ന ഓരോ അയ്യപ്പ ഭക്തനും 18ാം പടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു വിശ്വാസമുണ്ട്. അത് വെറും ക്ഷേത്ര വിശ്വാസമല്ല, കോടിക്കണക്കിന് മനുഷ്യരുടെ ആത്മസമർപ്പണത്തിന്റെ വിശ്വാസമാണ്. എന്നാൽ ഇന്ന് ആ വിശ്വാസത്തിന്റെ മേൽ വീണ്ടും ഒരു ചോദ്യം ഉയരുകയാണ്. സ്വർണ്ണക്കേസിന്റെ പൊടി അടങ്ങിയിട്ടില്ല. അതിനിടെയാണ് ശബരിമലയിലേക്കുള്ള നെയ് വിതരണത്തിലും കോടികളുടെ ക്രമക്കേട് നടന്നെന്ന ഗുരുതര ആരോപണം പുറത്തുവരുന്നത്. ശബരിമല ക്ഷേത്രത്തിലേക്ക് നെയ് വിതരണം ചെയ്തതിൽ ക്രമക്കേടെന്നാണ് സൂചന. മിൽമ നൽകിയ നെയ് മറിച്ചു വിൽക്കുകയും പകരം തമിഴ്നാട്ടിൽ നിന്നുള്ള വില കുറഞ്ഞ നെയ് ക്ഷേത്രത്തിലെത്തിക്കുകയും ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് സൂചന. ലിറ്ററിന് 540 രൂപ നിരക്കിൽ 2 ലക്ഷം ലിറ്റർ നെയ് വാങ്ങാനാണ് തിരുവിതാംകൂർ ദേവസ്വവും മിൽമയുടെ തിരുവനന്തപുരം യൂണിയനും തമ്മിൽ കരാർ ഒപ്പിട്ടത്. ഇതിൽ 1.5 ലക്ഷം ലിറ്റർ നെയ്യാണ് നവംബറിനും ജനുവരിക്കും ഇടയിൽ മിൽമ നൽകിയത്. മിൽമയുടെ 1 ലിറ്റർ നെയ്യിന് 720 രൂപയാണ് പൊതുവിപണിയിലെ വില. തമിഴ്നാട്ടിൽ നിന്ന് ലിറ്ററിന് 350 രൂപ നിരക്കിൽ നെയ്യ് ലഭിക്കും. മിൽമയുടെ പേരിൽ മറിച്ചു വിറ്റാൽ ഇരട്ടി ലാഭമെന്ന് അർത്ഥം. 3 സാഹചര്യ തെളിവുകളാണ് ക്രമക്കേടിലേക്ക് വിരൽ ചൂണ്ടുന്നത്. നെയ്യ് സന്നിധാനത്തും പമ്പയിലും ഒക്കെ എത്തിച്ചു നൽകേണ്ട ചുമതല മിൽമയ്ക്കാണ്. പത്തനംതിട്ട ഡയറിയിൽ നിന്നും സന്നിധാനത്തും പമ്പയിലുമൊക്കെ നെയ്യ് എത്തിക്കുന്നതിന് മിൽമ കടത്തു കരാർ നൽകിയത് 15 ലിറ്ററിന്റെ ഒരു ടിൻ നെയ്യിന് 19 രൂപ എന്ന നിരക്കിലാണ്.